എണീറ്റ് ഓടാൻ തുടങ്ങുമ്പോഴേ എനിക്ക് ഈ ഒരു പ്രചോദനം ഉള്ളിന്ന് തരുന്നത് മാതാവാണ്. കൃപാസനം അല്ലാന്നുണ്ടെങ്കിൽ മാതാവിനെ ഒരുപാട് തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ അതിനെ ഇന്ന് തിരുത്തി പറയാണ്. ഇനി എന്റെ ലൈഫിൽ കിട്ടുന്ന ഓരോ അച്ചീവ്മെന്റ്സിനും റീസൺ മാതാവ് തന്നെയാണ്. ഞാൻ ഒരുപാട് തവണ വീണിട്ടുണ്ട്. എനിക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഇതോടെ എന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന മൊമെന്റ് വരെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കൈപിടിച്ച് ഒന്ന് പുറത്തു കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് മാതാവ് തന്നെയാണ്. പലരും ഇത് റിലീജിയസ് ആണെന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എന്തൊക്കെയോ വിളിച്ച് പറയാന്ന് പറയും. പക്ഷെ എന്റെ ജീവിത അനുഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ എന്ത് വിഷമം വന്നാലും ഞാൻ ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമാണ് കൃപാസനം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു കൃപാസനം വ്ലോഗാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ട്രെയിന് 5:55 അപ്പൊ അതിന് മുന്നേറ്റ് നമ്മൾ 4 മണിയൊക്കെ ആയപ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ജനശതാബ്ദി എന്ന ട്രെയിനാണ്. പിന്നെ അവിടെ പോയി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് പോയി. സാധാരണയായിട്ട് എനിക്ക് ജനശതാബ്ദി ട്രെയിനിൽ പോകുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ സീറ്റ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് കൊണ്ട് എന്തോ ഇരിക്കാൻ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പോയില്ലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ട്രെയിനൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം നേരം വെളുക്കുന്നുണ്ടായിരുന്നു. എത്തുമ്പോ ഒരു സംഭവം ഉണ്ട് കേട്ടോ, വെള്ളമുള്ള, അതിന്റെ പേര് കായലോ അങ്ങനെ എന്തോ സംഭവമാണ്. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ തവണ ഞാൻ പോകുമ്പോഴും അത് നോക്കാറുണ്ട്. ഇത്തവണ അത് കുറച്ച് വിഷ്വൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാവിലെയൊക്കെ ആയപ്പോ നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കോഫിയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു സാർ നിങ്ങളുടെ ട്രെയിനിൽ ഉണ്ടായിരുന്നതാണ്. കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ക്യൂട്ട് സ്മൈലും അതൊരു പാവം പേഴ്സൺ ആണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് വിഷ്വൽസ് എടുക്കാനായിട്ട് തോന്നി. അങ്ങനെ ഒരു 8:30 ആയപ്പോ തന്നെ ഞങ്ങൾ ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടാ പോയത്. അവിടെ നിന്ന് പിന്നെയും ഞങ്ങൾ ബസ് കയറിയിട്ട് ബസ് സ്റ്റാൻഡിലോട്ടാ പോയത്. കാര്യം ഞങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കലുള്ളത്. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങള് ഗീ റോസ്റ്റും അതുപോലെ തന്നെ ഒരു സെറ്റ് പ്ലെയിൻ ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോഫി, എനിക്കിപ്പോ ഭയങ്കര കോഫി അഡിക്ഷൻ ഉണ്ട്. അങ്ങനെ പിന്നെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോയത്. അവിടെ നിന്ന് ചേർത്തല ബസ്സിലാണ് കയറിയിട്ടുണ്ടായത്. ചേർത്തല വഴി പോകുന്ന എല്ലാ ബസ്സും കൃപാസനത്തിന്റെ മുന്നിൽ നിർത്താറുണ്ട്. അങ്ങനെ ബസ്സൊക്കെ കയറി കൃപാസനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് കണ്ടത് നല്ല തിരക്കായിരുന്നു, നല്ല ആളുണ്ട്. കാര്യം നെക്സ്റ്റ് ഡേ, അതായത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ മാർച്ച് 4-ാം തീയതിയാണ്. മാർച്ച് 5-ാം തീയതി നമ്മുടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിനെ പറയല് ചാമ്പൽ ബുധൻ എന്ന് പറയാറുണ്ട്. നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ നല്ലതുപോലെ ആളുണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഉടമ്പടി എടുക്കാനായിട്ട് നിന്നപ്പോ തന്നെ അത്യാവശ്യം തിരക്ക് കാരണം നല്ലതുപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് കിട്ടിയ ടോക്കൺ 521 ആയിരുന്നു. അത്രയ്ക്കും ഉടമ്പടി എടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാനൊക്കെ കയറി. ഉടമ്പടിയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അതെ, ഉടമ്പടി ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, എന്താണ് ഉടമ്പടി, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് പോവാന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യിച്ചിട്ടേ അവർ ഉടമ്പടി എടുപ്പിക്കുള്ളൂ. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് ശേഷം. പിന്നെ ഉടമ്പടി ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് അത്രയും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് നല്ല നല്ല ചേഞ്ചസ് ഉണ്ടാവും. അത് നിങ്ങളുടെ പേഴ്സണൽ ക്യാരക്ടേഴ്സിലായാൽ പോലും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയൻ വയസ്സുള്ള നിങ്ങളുടെ വിശ്വാസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസം വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന കുട്ടി കുട്ടി ചീത്ത സ്വഭാവം വരെ നിങ്ങൾ അറിയാണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം ഇത് അവിടുത്തെ വെഞ്ചരിച്ച ഒരു ഇതാണ് കേട്ടോ, ഫ്രെയിമാണ്. അപ്പൊ അതും ഞാൻ മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ റൂമിൽ വെക്കാനായിട്ട്. അങ്ങനെ അതും മേടിച്ചു. അങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ തിരക്കുണ്ടോ, ഇത്രയും ആൾക്കാരുണ്ട്, ഉടമ്പടി എടുക്കാനുള്ള ആൾക്കാരാണ് കേട്ടോ ഇത്. പിന്നെ അവിടെ നിന്ന് ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം മാതാവിനെയൊക്കെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പൊ രാവിലെ 11 മണിക്കുള്ള ഉടമ്പടി സെക്ഷനിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായത്. പക്ഷെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് 4:30 അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കായതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ടുണ്ടായത്. അപ്പൊ അതിനുശേഷം ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു കോഫിയും, ഇത് ബ്രെഡിന്റെ എന്തോ വെറൈറ്റി ആണ് കേട്ടോ, അതിന്റെ പേരറിയില്ല, രണ്ടും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. അതിന്റെ ഉടമ്പടി എടുക്കുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രം ബസ് കയറിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾക്ക് ട്രിവാൻഡ്രം ബസ് കിട്ടാറില്ല, പക്ഷെ എന്തോ അന്ന് ഭാഗ്യത്തിന് കിട്ടി. അങ്ങനെ ബസ്സിൽ വരുന്ന വഴിക്ക് എന്തോ ആന ഉണ്ടായിരുന്നു, അതുപോലെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ, കോവിലെ ഉത്സവം എന്നാ തോന്നുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്ത് തമ്പാനൂർ വന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വണ്ടിയും എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.